രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. 56 രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിൽ 41 സീറ്റുകൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ബാക്കിയുള്ള 15 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 10, കർണാടകയിലെ 4, ഹിമാചൽ പ്രദേശിലെ 1 എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് രാവിലെ മുതൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ 10 രാജ്യസഭാ സീറ്റുകളിലേക്ക് BJP 8 സ്ഥാനാർത്ഥികളെയും പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടി 3 സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട്. രാജ്യസഭയിൽ BJPക്കും സമാജ്വാദി പാർട്ടിക്കും യഥാക്രമം 7 സ്ഥാനാർത്ഥികളെയും 2 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ പറ്റും. എന്നാൽ 8ാം സ്ഥാനാർത്ഥിയായി BJP സഞ്ജയ് സേഠിനെ നിർത്തിയതിനാൽ ഒരു സീറ്റിൽ മത്സരം കടുപ്പമാകും. ഉത്തർപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു സ്ഥാനാർത്ഥിക്ക് ഏകദേശം 37 വോട്ടുകൾ ആവശ്യമാണ്. പ്രതിപക്ഷത്തിന് 111 വോട്ടുകൾ കിട്ടിയാൽ 3 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ നിലവിൽ സമാജ്വാദി പാർട്ടിയുടെ 108ഉം കോൺഗ്രസിന്റെ 2ഉം കൂടി ചേർത്താൽ 110 വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ നാടകീയത നിറഞ്ഞ രംഗങ്ങൾ ഒരുപക്ഷെ UPയിൽ ഉണ്ടായേക്കും. കർണാടകയിൽ വരികയാണെങ്കിൽ കർണാടകയിൽ 4 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഭരണകക്ഷിയിൽ ക്രോസ് വോട്ട് ഭയന്ന് കോൺഗ്രസ് MLA-മാർക്ക് വിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ എല്ലാ MLA-മാരെയും ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അജയ് മാക്കൻ, സയ്യിദ് നസീർ ഹുസൈൻ, GC ചന്ദ്രശേഖർ, അതുപോലെ BJPയുടെ നാരായൺ കൃഷ്ണ, അതുപോലെ JDSന്റെ കുപേന്ദ്ര റെഡ്ഡി എന്നിങ്ങനെ 5 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. അതുപോലെ ഹിമാചൽ പ്രദേശിൽ പാർട്ടി സ്ഥാനാർത്ഥിയായ അഭിഷേക് മനു സിംഗ്വിക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് എല്ലാ MLA-മാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 68 MLA-മാരിൽ 40 പേരുടെയും അതുപോലെ 3 സ്വതന്ത്ര MLA-മാരുടെയും പിന്തുണയോടെ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 41 സീറ്റുകളിൽ എതിരില്ലാതെയാണ് MP-മാരെ തിരഞ്ഞെടുത്തത്. ഇതിൽ BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രദേശ്, അതുപോലെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ്, സോണിയാഗാന്ധി, മിലൻ ദേവറ, അശോക് ചവാൻ തുടങ്ങിയ നിരവധി നേതാക്കൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്.